കടം വീട്ടാതെ എഴുതി വെക്കാതെ മരിച്ചുപോയ വ്യക്തികൾ മരിച്ച് കബറിലേക്ക് വെച്ചാൽ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന അവന്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. ആ കടം വീട്ടുന്ന കാലത്തോളം. ചില്ലറ കളിയല്ല. അപ്പാരോടും മാരോടും കൂടിയാ പറയുന്നത്. കടം 5 റുപ്യാണെങ്കിലും 1 ഗ്ലാസ് പഞ്ചസാരയാണെങ്കിലും കടം കടാ. മീൻകാരന്റെ 10 റുപ്യ ഓനങ്ങ് കബൂലാക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓന്റെ മനസ്സിലും ഓൻ എഴുതി വെച്ചെടുത്തു അതുണ്ടെങ്കിൽ അവനാന്റെ കബർ നന്നാവൂല. ഇന്ന് എത്ര മനുഷ്യന്മാരാ സാന്ദർഭികമായിട്ട് പറയാ ഞാൻ. കടം എഴുതി വെക്കാത്തവരുണ്ട്, അത് വീട്ടാത്തവരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്തിൽ പറഞ്ഞ ഒറ്റ ഗൗരവപ്പെട്ട ആയത്ത് വചനം കേട്ടാ പോരെ. നിങ്ങൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ മക്കളോട് ലോകത്തിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, മക്കളെ, നിങ്ങളെ വാപ്പാക്ക് കടമുണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മാക്ക് ബാധ്യതയുണ്ടെങ്കിൽ, വാപ്പന്റെ പേരിലുള്ള ഉമ്മാന്റെ പേരിലുള്ള സ്വത്ത് വിറ്റ് കിട്ടി ആ പണം കൊണ്ട് ആ കടം വീട്ടിയതിന് ശേഷം മാത്രമേ ബാക്കി സ്വത്ത് നിങ്ങൾ വീതിക്കാൻ പാടുള്ളൂ. അതിന്റെ മുൻപ് നിങ്ങൾ അത് വീതിക്കരുത്. ഇസ്ലാമിന്റെ ഇസ്സത്താണത്. ഇനി അഥവാ അങ്ങനെ വാപ്പാന്റെ സ്വത്ത് വിറ്റിട്ടും വാപ്പാന്റെ കടം തീരുന്നില്ലേ, വാപ്പാന്റെ കബർ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ, ആ കടം വീട്ടാൻ മക്കൾ ഒരുമിക്കണം, മക്കൾ ഒരുമിച്ച് കൂടണം.